വീട്ടിൽ ഇറ്റലിയിലെ കമിലിയാനോയിൽ ജനിച്ച വിശുദ്ധ ജെമ്മ ചെറുപ്പത്തിലെ തന്നെ പ്രാർത്ഥനയോട് പ്രതിപത്തിയുള്ളവളും പീഡാനുഭവത്തോട് പ്രത്യേക ഭക്തിയുള്ളവളും അനുദിനം മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലുന്നതിൽ തീക്ഷ്ണമതിയുമായിരുന്നു. 16-ാം വയസ്സിൽ തിരുസഭാ ചരിത്രത്തിലും മതപഠനത്തിലുമുള്ള മികവിന് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ വിശുദ്ധ ജമ്മയെ 20-ാം വയസ്സിൽ നട്ടലിന് ക്ഷയം പിടികൂടി. അവളുടെ അസുഖം ഒരിക്കലും മാറുകയില്ലെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടെങ്കിലും വിശ്വാസപൂർവം നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച അവൾക്ക് ലഭിച്ച രോഗസൗഖ്യം ഡോക്ടർമാരെ അത്ഭുത സ്തബ്ധരാക്കി. വ്യാകുല മാതാവിന്റെ വിശുദ്ധ ഗബ്രിയേലിന്റെയും കാവൽ മാലാഖയുടെയും നേരിട്ടുള്ള ഇടപെടലുകൾ ലഭിച്ച അവൾ പാഷനിസ്റ്റ് സഭയിൽ ചേരാൻ ആഗ്രഹിച്ചെങ്കിലും അവളുടെ രോഗചരിത്രം മൂലം അവളെ മഠത്തിൽ സ്വീകരിച്ചില്ല. പീഡാനുഭവ ധ്യാനത്തിൽ ലയിച്ച് പ്രാർത്ഥിക്കുമായിരുന്ന അവൾക്ക് കർത്താവ് തന്റെ 5 തിരുമുറിവുകളും പതിച്ചു നൽകി. ഒടുവിൽ താൻ ഒരു സഭയിലും ചേരുന്നില്ലെന്നും ഈശോ സ്വർഗവാതിൽക്കൽ തന്നെ കാത്തു നിൽക്കുന്നുവെന്നും പറഞ്ഞ് ഒരു പാഷനിസ്റ്റ് സന്യാസ വസ്ത്രം കയ്യിൽ പിടിച്ച് 25-ാം വയസ്സിൽ അവൾ ക്രൂശിതനാഥന്റെ പക്കലേക്ക് യാത്ര തിരിച്ചു.